നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൈവിട്ട തീരുമാനങ്ങൾ എടുക്കാനാണ് നെതന്യാഹുവിന്റെ തീരുമാനമെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരിക. ഗാസയും കടന്ന് റഫ അതിർത്തിയിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ വീണ്ടും ഇരച്ചെത്തുന്നതോടെ കലിയിളകി നിൽക്കുകയാണ് ഇറാൻ. ബന്ദിമോചനത്തിന് തയ്യാറല്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഗാസ ചുട്ടരിക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേൽ റിസർവ് സേന ഉൾപ്പെടെ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു. റഫ അതിർത്തിയിലേക്ക് കടന്നിരിക്കുകയാണ് ഹമാസ് പോരാളികൾ. ഇതോടെ റഫ വളയാൻ തയ്യാറെടുത്ത് ഇസ്രയേലും. ഈ ഘട്ടത്തിലാണ് ഇറാൻ കൊലവിളിയുമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ശനിയാഴ്ച ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് വിവരമറിയുമെന്നാണ് അമേരിക്കയും നെതന്യാഹുവും അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത്. എന്നാൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചത് ഇസ്രയേലാണെന്നും ഞങ്ങൾക്ക് ഇനിയൊന്ന് ആലോചിക്കേണ്ടി വരും എന്ന് ഹമാസ് മറുപടി കൊടുത്തിരുന്നു. ബന്ദികൾ ഇപ്പോഴുള്ളത് അത് ഇറാന്റെ കോട്ടയിലാണ് എന്നുള്ള സംശയമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഗാസയിൽ ഇനി അരിച്ചു പെറുക്കാൻ ഒരു ഇഞ്ച് ഭൂമി ബാക്കിയില്ല. ഗാസയിൽ ഒരിടത്തും ബന്ദികൾ ഇല്ല. അത് ഇസ്രയേലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. റഫ അതിർത്തിയിലേക്ക് ഇവരെ കടത്തിയിട്ടുണ്ടോ, അതല്ല ഇറാന്റെ കസ്റ്റഡിയിലാണോ എന്നുള്ള സംശയമാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉള്ളത്. ഇത് മാത്രമല്ല, റഫ അതിർത്തിയിലേക്ക് ഇസ്രയേൽ കടക്കുന്നു എന്ന് കണ്ടതോടെ ഇറാന് ഹാലിളകിയിട്ടുമുണ്ട്. ഇതോടെയാണ് സംശയം ബലപ്പെടുന്നത്. എങ്ങനെയെങ്കിലും ബന്ദികളെ തിരിച്ചെത്തിക്കുക എന്നതാണ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഇപ്പോഴത്തെ ആവശ്യം. അത് ഇരുവരുടെയും നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. ബന്ദികളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വലിയ തിരിച്ചടി ട്രംപിനും നെതന്യാഹുവിനും ഉണ്ടാകും. എന്നാൽ ഹമാസ് അമ്പിനും വില്ലിനും അടുക്കാതെ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഗാസ ചുട്ട് ചാമ്പലാക്കുമെന്ന് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ കൈകളിലാണ് ബന്ദികൾ ഉള്ളത് എന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒരു അന്വേഷണത്തിന് ടെഹ്റാനിലും മറ്റിടങ്ങളിലേക്കും CIA-യും മൊസാദും കടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ഹമാസിന്റെ നിലപാട് വ്യക്തമാണ് എന്നാണ് ഇറാൻ വക്താവ് ഹസീം ഖാസിം പറയുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികളുടെ ഭാഷ ഹമാസ് അംഗീകരിക്കില്ലെന്നും ഹസീം പറഞ്ഞു. തടവുകാരെ മോചിപ്പിക്കുന്നതിന് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാകണം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യ 42 ദിവസത്തെ ഘട്ടത്തിൽ ഏകദേശം 2000 പലസ്തീൻ തടവുകാർക്ക് പകരമായി 33 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാനാണ് തീരുമാനമായത്. എന്നാൽ കരാറുകൾക്കൊക്കെ എതിരെ തീർത്തും വിപരീതമായി വെടിവെപ്പ് നടത്തിയും മാനുഷിക സഹായ വിതരണം തടഞ്ഞുവെച്ചും വടക്കൻ ഗാസയിലേക്കുള്ള പലസ്തീനികളുടെ പ്രവേശനം തടഞ്ഞു നിർത്തിയും ഇസ്രയേൽ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്നും ഇത് നെതന്യാഹുവിന്റെ ചതിയാണ് എന്നും ഇറാൻ തുറന്നടിച്ചു. കേറിച്ചൊറിഞ്ഞാൽ ഇസ്രയേലി ബന്ദികളെ കണി കാണാൻ കിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇറാന്റെ ഭീഷണി. ബന്ദികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്തവും നെതന്യാഹുവിനാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും. ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സൈനിക വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡ്സ് നടത്തിയ പ്രസ്താവനയിലാണ് ഇസ്രയേലിന് ഇത്തരമൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. പലസ്തീന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം വെടിനിർത്തൽ കരാറിലെ കടമകളും പ്രതിബദ്ധതകളും അനുസരിച്ചുള്ളതായിരുന്നുവെന്നും അതേസമയം ശത്രുക്കൾ അതിനു വിപരീതമായി തങ്ങളുടെ ബന്ദികൾക്ക് നേരെ നീചമായി പ്രവർത്തിച്ചുവെന്നും ഇസ്ലാമിക് ജിഹാദ് ആരോപിക്കുന്നു. ഹമാസിന്റെ കയ്യിൽ അകപ്പെട്ടവരുടെ ഭാവി നെതന്യാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ശത്രു കരാറിൽ പ്രതിജ്ഞാബദ്ധമായി തുടർന്നാൽ തങ്ങളും എല്ലാം പാലിച്ച് നിലകൊള്ളും എന്നാണ് ഇറാൻ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. എന്നാൽ ബന്ദികളെ വെച്ചൊരു വിലപേശലിനു കൂടിയാണ് ഇപ്പോൾ ഇറാനും ശ്രമിക്കുന്നത്. ബന്ദികളെ തിരികെ കൊണ്ടുവരണമെന്നും ശനിയാഴ്ചയ്ക്കുള്ളിൽ അയച്ചില്ലെങ്കിൽ ഗാസ മുഴുവൻ കത്തിക്കും എന്ന് ട്രംപാണ് പ്രഖ്യാപനം നടത്തിയത്. പിന്നാലെയാണ് നെതന്യാഹുവും രംഗത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ നെതന്യാഹുവിനേക്കാൾ ബന്ദികളെ തിരികെ എത്തിക്കേണ്ടത് ട്രംപിന്റെ ആവശ്യമാണ്. ഇത് ഇറാന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ആണവ കരാറുകളിൽ ഒരു നീക്കുപോക്കിന് ഇറാൻ ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് കൊടുക്കുകയാണ്. ബന്ദികൾ തങ്ങളുടെ കൈവശം തന്നെയാണ് എന്ന് പരോക്ഷമായി പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്പോൾ ഖമനേയി. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഒരു ഇളവിന് വേണ്ടി ബന്ദികളെ വെച്ച് ഇറാൻ കളിക്കുന്നോ എന്ന സംശയം അമേരിക്കയ്ക്കുമുണ്ട്.
ഇറാനെ ഉപരോധത്തിൽ വരിഞ്ഞു മുറുക്കുന്ന ട്രംപിനോട് കട്ടക്കലിപ്പിലാണ് ഖമനേയി. ബൈഡന്റെ ഭരണകാലത്തും ട്രംപ് കൊണ്ടുവന്ന ഉപരോധങ്ങൾ നിലനിർത്തിയെന്ന് മാത്രമല്ല, ഇറാനെതിരെ നൂറുകണക്കിന് ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ട്രംപ് വന്നതോടെ വീണ്ടും പരീക്ഷണ ഘട്ടമാണ് ഇറാന്. ആണവ വിഷയത്തിൽ ഇറാനുമായി ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അമേരിക്ക ഇത്തരം ഉപരോധങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഈ ഇരട്ടത്താപ്പ് നയങ്ങളൊക്കെ അമേരിക്കയ്ക്ക് ശീലമായതുകൊണ്ട് തന്നെ തങ്ങളും ഒരു പടി മുന്നിൽ എറിയുകയാണ് എന്നാണ് ഖമനേയി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് ഉപരോധത്തിൽ വരിഞ്ഞു മുറുക്കിയത് മാത്രമല്ല, ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെല്ലാം തച്ചു തകർക്കുകയും ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പക ഇപ്പോഴും ഇറാന് ബാക്കി നിൽപ്പുണ്ട്. ഇതുമാത്രമല്ല, 2018 കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ കരാറിൽ നിന്ന് ട്രംപ് ഉൾവലിയുകയും ചെയ്തിരുന്നു. തുടർന്ന് കരാറിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ലംഘിച്ച് അവർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്മേൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. ഇത് തുടരാനാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും ശ്രമിക്കുന്നത് എന്ന് ഇറാന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയം അത് ഇറാൻ കൂടി മുതലെടുക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിൽ പറഞ്ഞിരുന്ന വ്യവസ്ഥകൾ നടപ്പിലാക്കാനോ ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കാനോ അമേരിക്ക തയ്യാറായിട്ടില്ല എന്ന് ഖമനേയി കുറ്റപ്പെടുത്തുന്നുണ്ട്. പല തവണയായി ഇതിനുവേണ്ടി നടത്തിയിരുന്ന പല ചർച്ചകൾക്കും അമേരിക്ക ഇടംകോലിട്ടതായും ഇറാൻ തുറന്നടിക്കുന്നു. മാത്രമല്ല, ഭീകരത പിന്തുണയ്ക്കുന്നുവെന്ന് മുദ്രകുത്തി ഇറാനെതിരെ പലതവണ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് എന്നും ഇത് ഇറാനെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്താനുള്ള അമേരിക്കയുടെ നീക്കം മാത്രമാണ് എന്നുമാണ് ഖമനേയി മറുപടി കൊടുക്കുന്നത്. ഇസ്രയേൽ ഇപ്പോൾ ഇറാനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ബന്ദികളെ ഇറാനാണ് കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ, അതെവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഇനി ഒരാളുടെയെങ്കിലും ജീവൻ പൊലിഞ്ഞാൽ ഇറാൻ ബാക്കിയുണ്ടാകില്ല എന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ബന്ദികളുടെ ശരീരത്തിൽ ഒരു പോറലേറ്റാൽ അതിന് ഖമനേയി കണക്ക് പറയേണ്ടി വരും. ടെഹ്റാൻ കത്തിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ബന്ദികളെ തിരികെ കൊണ്ടുവരും എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ബന്ദി മോചന വിഷയത്തിൽ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹമാസ് ബന്ദികളെ തിരികെ അയക്കുമോ, അല്ലെങ്കിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വാക്കിന് പുല്ല് വില കൊടുക്കുമോ? ഗാസ കത്താൻ പോകുകയാണോ? ഭീതിയുടെ മണിക്കൂറുകളാണ് ഇനി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.